അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, ഒരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇതിന് 2 ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ വല്ലാണ്ട് എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെയൊക്കെ നന്നായിട്ട് വേദനിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗൈസ്. എന്തായാലും ഈ വീഡിയോ നിങ്ങളും കാണുക. എന്തായാലും സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമായിട്ടാണ് സംസാരിക്കാൻ വന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തീരെ ആഗ്രഹമില്ല, എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നന്നായിട്ട് വിഷമിച്ചിരിക്കുന്നു ഗൈസ്. അതുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കുമ്പോൾ ഞാനൊന്ന് നോക്കിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ, എന്തിന് രാവിലെ കേൾക്കുന്ന വാർത്ത തന്നെ നമുക്ക് ഇങ്ങനെ ഈ കുഞ്ഞിൻ്റെ അല്ലേ, നമ്മൾ ഈ നെടുമങ്ങാടി നടന്ന ഈ ഒരു കുഞ്ഞിൻ്റെ സംഭവമാണ്. ഈ കുഞ്ഞിൻ്റെ ഈ ദാരുണാന്ത്യം, ഇല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം നമ്മളെ എത്ര അമ്മമാരെ അല്ലെങ്കിൽ എത്ര ആൾക്കാരെ ഹൃദയത്തിൽ ഇത് കൂടുതലായിട്ട് മുറിവേൽപ്പിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കുഞ്ഞു പിള്ളേർ, നമ്മുടെ ഈ കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ ഇതുപോലത്തെ ആ ഒരു സംഭവത്തിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ യുപിയിലും അതുപോലെ തന്നെ ഹൃദയഭേദകമായ സംഭവം ഉണ്ടായി. ഇതുപോലെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് ഉള്ള പ്രണയാഭ്യർത്ഥന നിരസിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ എടുത്തിട്ട്, മാസങ്ങൾ പ്രായമുള്ള അല്ലെ, 1 വയസ്സായിട്ടില്ലാത്ത ഒരു കുഞ്ഞിനെ എടുത്ത് തറയിൽ താറുമാറി അടിച്ചു കൊല്ലുന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഗൈസ് ഇവിടെ നടക്കുന്നത്? ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ അവകാശമില്ലേ ഈ കുഞ്ഞു പിള്ളേർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട്? അല്ലേ, നമ്മുടെ ദൈവം നമ്മളെ ഈ എന്താ പറയുക, ഈ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചതുപോലെ അവരെയും ഈ ലോകത്തെല്ലാം കണ്ട് സന്തോഷം നല്ല മക്കളായിട്ട് വളർന്നു വരാൻ അവർക്കും അവകാശമില്ലേ? അതിൻ്റെ ജീവൻ എടുക്കാൻ നമുക്ക് എന്ത് റൈറ്റ്സാണ് ഉള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെടുമങ്ങാട് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു അമ്മമാർ കൂട്ടി നിൽക്കുന്നതാണോ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് പല റിലേഷൻഷിപ്പിൽ പോവാം, റിലേഷൻഷിപ്പ് ആവണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ഒരു കുഞ്ഞിനെ അത് ബാധിക്കാത്ത രീതിയിലായിരിക്കണം നിങ്ങളെ ചെയ്യുക. എന്തിനാണ് നീ അത് ചെയ്തത്? എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള, അമ്മ എന്ന് പറയാൻ, പിന്നെ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നീ എന്ത് തെറ്റാണ് ആ കുഞ്ഞ് നിന്നോട് ചെയ്തത്? നിൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചു എന്ന് പറയുന്ന എന്തോ ഒരു പാപം മാത്രമേ ആ കുഞ്ഞാവ ചെയ്തിട്ടുള്ളൂ. എങ്ങനെ ചെയ്യാൻ തോന്നി ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, സത്യം 2 ദിവസം കൊണ്ട് വല്ലാണ്ട് പ്രഷറിലാണ് ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ വലിയ സങ്കടങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് ആഫ്റ്റർ പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലാണ് ഞാൻ. അപ്പോൾ തന്നെ ചെറിയ ഒരു കാര്യം മതി എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അത് മുറിവേൽപ്പിക്കും. ഈ കുഞ്ഞിൻ്റെ കാര്യം, ഈ കുഞ്ഞിൻ്റെ മുഖമൊക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല. എനിക്കുണ്ടൊരു കുഞ്ഞാവാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, അവന് 2-2.5 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവനെ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ കുഞ്ഞിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ കുഞ്ഞിനെ ഒന്ന് വാരിപ്പുണരാനും, ആ കുഞ്ഞിനെ ഉമ്മ വയ്ക്കാനും, ആ കുഞ്ഞിനോട് സ്നേഹം കാണിക്കാനും എത്രയോ അമ്മമാരുണ്ട്. എത്രയോ ഭാര്യയും ഭർത്താക്കന്മാർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരിക്കും. ദൈവം വേറെ രീതിയിൽ സത്യം പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്കും ചെയ്യുന്നത് വലിയൊരു ഇതാണ്. വേണ്ടാത്ത ആൾക്കാർക്ക് ചുമ്മാ കുട്ടികളെ കൊടുക്കും. ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എത്ര എന്താ പറയുക, അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ച് വഴിപാട് നടന്ന് നേർന്ന് 150 മരുന്ന് ചികിത്സിച്ച് നടന്ന ആൾക്കാർക്ക് എപ്പോഴും കുഞ്ഞുങ്ങളില്ല. അവർക്ക് കൊടുത്തുകൂടെ ദൈവമേ? എനിക്ക് പറയാനുള്ളൂ, ദൈവമേ നിങ്ങൾക്ക് അവർക്ക് കൊടുത്തുകൂടായിരുന്നു ആ കുഞ്ഞിനെ? അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂസിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 7 വാരിയെല്ലൊടിഞ്ഞു എന്നാണ് പറയുന്നത്. 7 വാരിയെല്ലൊടിഞ്ഞ് ആ കൊച്ചിൻ്റെ ആ നെഞ്ചിൽ ചവിട്ടി, ആ ചവിട്ടിൽ 7 വാരിയെല്ലൊടിഞ്ഞു. പോരാട്ടത്തിന് അവൻ്റെ കുഞ്ഞിൻ്റെ തലയ്ക്ക് ക്ഷതയേറ്റിട്ടുണ്ട്. ഇവനെ ഇതുപോലെയൊക്കെ ആ കുഞ്ഞ് അനുഭവിച്ച 52 മാരകമായ പാടുകളും മുറിവുകളും ഒക്കെ ഇവർക്കും അനുഭവിക്കണം, ഇവരും അറിയണം. ഇവർക്ക് അങ്ങനത്തെ ഉള്ളൊരു നരക യാതനകൾ തന്നെ കൊടുക്കണം. എന്നിട്ട് മാത്രമേ ഇതുങ്ങളെ ചാവാൻ വിടാവുള്ളൂ. കാരണം അവനെന്ന് പറയണത്, അവൻ മനുഷ്യനല്ല, മൃഗമാണ്. ആ മൃഗത്തിനെ കൊല്ലേണ്ടത് മൃഗത്തിനെ പോലെ, മൃഗം എങ്ങനെ വേട്ടയാടുന്ന മൃഗങ്ങളെ എങ്ങനെയാണ് കൊല്ലേണ്ടത് അതുപോലെ അവനെ നമുക്ക് കൊല്ലണം. നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക, ജനങ്ങളത് ഏറ്റെടുക്കട്ടെ, ജനങ്ങൾ കല്ലെറിയട്ടെ, അവനെ അതുപോലെ ഇടിച്ച് ഇഞ്ചിഞ്ചായിട്ട് നീറ്റ പരുവാക്കി അവനെ ഇതുപോലെ അവൻ്റെ ശരീരത്ത് ഓരോരോ, ആ കുഞ്ഞിനെ മുറിവേൽപ്പിക്കണ പോലെ അവൻ്റെ ശരീരത്ത് ഓരോരോ മുറിവുകളുണ്ടാക്കി അതിൽ മുളകരച്ച് തേച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ വേദന അവ അറിയണം. അപ്പോഴേ അവനത് മനസ്സിലാവത്തുള്ളൂ. ആ കുഞ്ഞ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു മുട്ട് പിന്ന് കുത്തി ഇറക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഗൈസ്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊരു പിക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ കുഞ്ഞിനെ വിട്ട് കിട്ടി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ട ഒരു രംഗമാണ്. കുഞ്ഞിൻ്റെ കാലിൻ്റെ അടിയിൽ വലിയ ഹോൾസ്, സിഗരറ്റിൻ്റെ കുറ്റി കൊണ്ട് പൊള്ളിച്ചതാണെന്ന് തോന്നുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ? എവിടെ കൊണ്ട് അവസാനിപ്പിക്കോടോ താൻ? എവിടെ കൊണ്ട് തീർക്കോടോ ഈ ചെയ്ത പാപം?
അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു? അത് 2 കൈയും കെട്ടി വെച്ച് ആ ഒരു ചാലഞ്ചിൽ പങ്കെടുത്ത സമയത്ത് തന്നെ ആ കുഞ്ഞിൻ്റെ കണ്ണിലുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ആരോടൊക്കെ പറയണമെന്ന്. ഒരു ദയനീയമായൊരു മുഖം. എനിക്ക് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവളും അവന് അതിന് ശേഷം ആ പോലീസ് സ്റ്റേഷനിലിരുന്ന് കൈകോർത്ത് പിടിച്ച് ഏത് അമ്മയ്ക്കാണ് കഴിയുന്നത് എനിക്കറിയില്ല. അമ്മയല്ല അവൾ അമ്മയെന്നേ വിളിക്കാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ ഈ എന്താ പറയുക, ഈ ലോകത്തെ ജനിക്കേണ്ടവളല്ല അവൾ. അത്രയല്ലേ പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ, നമ്മുടെ നിയമങ്ങൾ മാറിയാൽ തന്നെയാണ് ഇവിടുത്തുള്ള പല അനീതികളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഇതുപോലത്തെ കുട്ടികളുടെ നേരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾ എല്ലാം കുറയുള്ളൂ. നമ്മുടെ നിയമവ്യവസ്ഥ അത്രയേ ഉള്ളൂ എങ്കിൽ ഇതുപോലത്തുള്ള ആൾക്കാർ ഇനി പലവിധ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇവന്മാരെ കൊണ്ട് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു, ഇതെല്ലാം ചെയ്തു, ഇവനറിയാം. അതിനകത്ത് കൊണ്ട് വീറ്റിപ്പോറ്റി വണ്ണം വെപ്പിച്ച് പിന്നെ ഇറക്കി വിടും. ഇനി അടുത്ത ആൾക്കാർ തേടി നടക്കുകയല്ല. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. സൗദിയെ പോലെയുള്ള നിയമങ്ങൾ ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല? ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുതരൂ. ഇവനെയൊക്കെ കൊണ്ടുപോയി തീറ്റിപ്പോറ്റി അടുത്തൊരു ജീവിതവും കൂടി കളയാൻ വേണ്ടി നിയമവ്യവസ്ഥ ഇന്ന് ഈ കേരളത്തിൽ നിന്ന് മാറുമോ? ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മാറുമോ? അന്ന് നമ്മുടെ നാട് നന്നാവും. തൊട്ടാ പൊള്ളുന്ന നിയമം വരണം. എങ്കിൽ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു അന്ത്യമുള്ളൂ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ വധശിക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ കൊടുക്കണം. ഇവക്കും കൊടുക്കണം, അവനും കൊടുക്കണം. എൻ്റെ ഒരു ആഗ്രഹം അത് നടക്കട്ടെ, അത് നടപ്പാക്കട്ടെ എന്ന് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പലവർക്കും അതുപോലെ തന്നെ ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഗൈസ്. അവനിട്ട് കുറേയൊക്കെ കയറ്റി കൊടുക്കാൻ തോന്നിയ ആ ധൈര്യം ആ ജനങ്ങൾക്ക് ഇരിക്കട്ടെ. ഒരു ഹാറ്റ്സ് ഓഫ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അതുപോലെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് ആ ഒരു പോലീസ് കണ്ണടച്ചിരുന്നെങ്കിൽ ആ ജനങ്ങൾ കൈകാര്യം ചെയ്തേനെ അവനെ ഇതുപോലെ ഇടിച്ച് ഓടിച്ച് ഇവൻ്റെ ശരീരത്തിൽ ഇതുപോലെ 52 പാടുകളുണ്ടാക്കി ഇവനെ കൊല്ലരുത്. ഇവനെ ഇഞ്ചിഞ്ചായിട്ട് ഇവനെ മരിക്കും. എൻ്റെ പൊന്നുമോനെയും മാപ്പ്. അടുത്ത ഒരു പുനർജന്മ ഈ ഈ കുഞ്ഞിനുണ്ടാവണമെങ്കിൽ നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ മോനായിട്ട് ജനിക്കട്ടെ. ആർക്കും ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കുന്നത്. താങ്ക് യു.